വെൽക്കം ടു പ്രാങ്ക് ലെക്ചർ. സോ ഇന്ന് നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസിംഗ്, അതായത് S6 ഏറ്റവും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതായിരിക്കും എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇമേജ് പ്രോസസിംഗ്. എന്താ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സിമിലർ വേർഡ്സ് ആണ് ഇത് രണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്? നമുക്ക് ഇപ്പൊ ജനറലി പറയുകയാണെങ്കിൽ ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഈവൻ സ്ക്രാച്ച് ആയിക്കോട്ടെ, എങ്ങനെയായാലും ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിനെ നന്നായിട്ട് മോഡിഫൈ ചെയ്ത് അതിന്റെ ഗ്രെയിൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇത് ഈവൻ ഇമേജ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അതിനാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഗ്രാഫിക്സ് ഇപ്പോൾ വീഡിയോ ഗെയിംസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൂവീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിട്ട് വരുന്ന എല്ലാ ഒരു മേഖലയിലും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിക്സ് ആണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമേജ് പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നേഷൻ, അതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇമേജ് പ്രോസസിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ക്യാമറാസ് ആയിക്കോട്ടെ, അങ്ങനെ പല നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ, ആ റെക്കഗ്നൈസ് ചെയ്യുന്നത് പക്ക ഗ്രെയിൻസ് ഒക്കെ മാറ്റി ഒരു പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതിനാണ് ഇമേജ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. അതായത് ഇമേജിന് നല്ല രീതിക്ക് പ്രോസസ് ചെയ്യുക. ഓക്കെ, അതാണ് ഒരു ഓവറോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഫൈൻ. അടുത്ത വരുന്നതെന്ന് പറയുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ബേസിക്കലി വരുന്നത് ടോട്ടൽ മാർക്സ് എത്രയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയാണ്. അതിന്റെ ടോട്ടൽ മാർക്സ് വരുന്നത് എത്രയാണ്? 150 ആണ് അതിന്റെ ടോട്ടൽ മാർക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ഇന്റേണൽ മാർക്സ് എന്ന് പറയുമ്പോഴേക്കും 50 ആണ് ഇന്റേണൽ മാർക്സും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി അതിന്റെ ഫൈനൽ നമ്മൾ എക്സാമിന് എത്രയാണ് സ്കോർ ചെയ്യേണ്ടത്? 100 മാർക്കിനായിരിക്കും ഫൈനൽ എക്സാം വരുന്നുണ്ടാവുക. ഡ്യൂറേഷൻ എത്രയാണ് നിങ്ങൾക്ക് അറിയേണ്ടാവും. എത്രയായിരിക്കും? 3 hours ആണ് അതിന്റെ എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, എങ്ങനെയാണ് ഇന്റേണൽ മാർക്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് അറ്റൻഡൻസിന് 10 മാർക്ക് വേണം. 10 മാർക്സ് ആണ്. അത് കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ 10 മാർക്സ് ഫുള്ള് കിട്ടണം എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. മാക്സിമം ഇന്റേണൽ കുറയ്ക്കാതിരിക്കാൻ നോക്കുക. ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്യുക. കൂടെ അറ്റൻഡൻസ് ഒരു മിനിമം 8-9 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഫൈൻ. പിന്നെ വരുന്നത് എന്താണ് സീരീസ് ടെസ്റ്റും കാര്യങ്ങളുമാണ്. 2 സീരീസ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ രണ്ടിനെയും കൂടെ ആവറേജ് ആയിട്ട് 25 മാർക്സ് എടുക്കും. 25 മാർക്സിനായിരിക്കും അതിന്റെ ഇന്റേണൽ കാര്യങ്ങൾ വരുന്നുണ്ടാവുക ആവറേജ് എടുത്തിട്ട്. പിന്നെ വരുന്നത് എന്താണ് ഒരു അസൈൻമെന്റ് കാണും. 50 മാർക്സ് ആയിരിക്കും അസൈൻമെന്റ്. അതൊക്കെ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അവർ പറയുന്ന ടൈമിലൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്ത് ഈസിലി 50 മാർക്സ് കിട്ടും. അപ്പോൾ മാക്സിമം ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്റേണൽസ് കുറയായിരിക്കാൻ നോക്കുക. ഇപ്പൊ ഫൈനൽ എക്സാമിന് ഇപ്പൊ എന്താണ് ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും നമുക്കൊരു ഇപ്പൊ ഈസി ആണെങ്കിൽ എന്താണ് ഇപ്പൊ ഇന്റേണൽ കുറവാണെന്നുണ്ടെങ്കിൽ ഫൈനൽ മാർക്സ് വരുമ്പോഴേക്കും അത് നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട്. ടഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇന്റേണൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൈനൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇന്റേണൽസ് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ സ്കോർ ചെയ്യാൻ നോക്കാം. പിന്നെ വരുന്നത് എന്താണ് എൻഡ് സെമസ്റ്റർ ഫൈനൽ എക്സാം. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. 2 പാർട്ടായിരിക്കും ഉണ്ടാവുക, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓക്കെ, പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് മൊത്തം 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് എയിൽ ഉണ്ടാവുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ ഉണ്ടാവും. ഓക്കെ, അതിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതമായിരിക്കും? 3 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഫൈൻ. പിന്നെ വരുന്നത് എന്താണ് പാർട്ട് ബി ആണ്. പാർട്ട് ബി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി 2 ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് ബിന്ന് ഓരോ സെക്ഷനിൽ ഉണ്ടാവുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാവും. അതെന്ന് പറയുമ്പോൾ എത്രയാണ്? 40 മാർക്സ് ആണ് അതിന് വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം ആ നിങ്ങൾക്ക് അറിയായിരിക്കും 2 ക്വസ്റ്റ്യന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും. മാക്സിമം ഒരു 2 സബ് ഡിവിഷൻസ് ആയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ. ഓക്കെ, അതാണ് പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഇതിൽ എത്ര മൊഡ്യൂൾസ് ആണ്? മൊത്തം 5 മൊഡ്യൂൾസ് ആണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസിംഗിൽ വരുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോഴേക്കും നോർമലി ഒരു ഓവർവ്യൂ, എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അല്ലെങ്കിൽ എന്താണ് ഇമേജ് പ്രോസസിംഗ് എന്നൊക്കെ ഒരു ഓവർവ്യൂ ആയിരിക്കും. അതിന്റെ ഫസ്റ്റ് ബേസിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം ഇതിൽ പറയുന്നുണ്ടാവുക. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് അതിൽ പല ടൈപ്പ് ഓഫ് ഡിവൈസസ് നമ്മൾ പഠിക്കും. എന്താണ് റിഫ്രഷ് കാത്തോഡ് റേ ട്യൂബ്സും കാര്യങ്ങളൊക്കെ പഠിക്കും. അതുപോലെ തന്നെ റാൻഡം സ്കാൻ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ എന്താണ് പല ടൈപ്പ് ഓഫ് അൽഗോറിതം പഠിക്കും. ലൈൻ ഡ്രോയിങ് അൽഗോറിതം ആയിക്കോട്ടെ, പിന്നെ എന്താണ് ബ്രസൻസം അൽഗോറിതം ആയിക്കോട്ടെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് അൽഗോറിതം. ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി തിയറി ടൈപ്പ് ഓഫ് സബ്ജക്ട് അല്ല. ഓക്കെ, നോട്ട് എ തിയറിറ്റിക്കൽ സബ്ജക്ട്. ഇറ്റ്സ് ഒരു മിക്സപ്പ് ആണ്. എനിക്ക് തോന്നുന്നു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഇത്. ഓക്കെ, സോ അതാ ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് എന്താ പറയാ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അധികം ടൈം എടുക്കാതെ ഭയങ്കര ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഇതിൽ കാണാതെ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നടാ ഈ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പല ടൈപ്പ് അൽഗോറിതം പ്രാക്ടിക്കലി നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. മിഡ് പോയിന്റ് സർക്കിൾ ജനറേഷൻ അൽഗോറിതം, പിന്നെ എന്താണ് ബ്രസൻഹാംസ് അൽഗോറിതം, അങ്ങനെ പല ടൈപ്പ് ഓഫ് അൽഗോറിതംസ് ആണ് ഇതിൽ വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്നതാണ് മൊഡ്യൂൾ 2. ഓക്കെ, മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴേക്കും ഇതിൽ കൂടുതലും എന്താണ് ഇറ്റ് ഈസ് ഫിൽഡ് ഏരിയ പ്രിമിറ്റീവ്സും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നുണ്ടാവുക. പിന്നെ എന്താണ്
സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ്, അതായത് എന്താണ്, ഇപ്പോ ഏതെങ്കിലും ഒരു ഏരിയാസ് ഫിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ മേ ബി റൗണ്ട് ആയിരിക്കാം, റെക്ടാങ്കുലർ ആയിരിക്കാം, അങ്ങനത്തെ ഏരിയാസ് എങ്ങനെയൊക്കെ ഫിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡേഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഇപ്പൊ എന്താണ്, ഇപ്പൊ അതിൽ പല ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കുന്നുണ്ട്, ട്രാൻസ്ലേഷൻ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എങ്ങനെ നമുക്ക് ഒബ്ജക്റ്റ് മാറ്റാം, റൊട്ടേഷൻ എങ്ങനെയാണ്, സ്കെയിലിംഗ് എങ്ങനെ നമുക്ക് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ റീസൈസ് എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ആണ് ഏതിൽ വരുന്നേടാ, മൊഡ്യൂൾ 3 വരുന്നത്. പല ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, അത് ഒരു ഇമേജിന്റെ ആയിക്കോട്ടെ, നമുക്ക് അതിനെ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അത് കൂടുതലും ഫിൽഡ്, അതായത് ഒരു ഏരിയ പെർട്ടിക്കുലർലി ഫിൽ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ഏതിൽ നമ്മൾ പഠിക്കുന്നത്, മൊഡ്യൂൾ 2 പഠിക്കുന്നത്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴേക്കും ക്ലിപ്പിംഗ്സ് ആൻഡ് പ്രൊജക്ഷൻ, അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ക്ലിപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം റിട്രീവ് ചെയ്തെടുത്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, ക്ലിപ്പിംഗ്സ് ആൻഡ് പ്രൊജക്ഷനിൽ വരുന്നത്. ഓക്കെ, അതിലും ആ ഒരു ക്ലിപ്പിംഗ്സും കാര്യങ്ങളും നമ്മൾ പല ടൈപ്പ് ഓഫ് അൽഗോറിതം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് അൽഗോറിതംസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ലൈൻ ക്ലിപ്പിംഗ് അൽഗോറിതം ആയിക്കോട്ടെ, സ്വിറ്റ്സർലാൻഡ് ഹൊഡ്ജ്മാൻ പോളിഗൺ അൽഗോറിതം ആയിക്കോട്ടെ, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് അൽഗോറിതംസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പാരലലും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസും ആണ് ഇതിൽ മെയിൻലി വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് എന്താണ്, എങ്ങനെയൊക്കെ ഒരു പ്രൊജക്ഷൻസ് കൊണ്ടുവരാം, എങ്ങനെയൊക്കെ ക്ലിപ്പിംഗ്സും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം, ഒരു പോർഷൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസ് കാര്യങ്ങൾ, അത് എങ്ങനെയാണെന്നുള്ള പല ടൈപ്പ് ഓഫ് അൽഗോറിതം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അങ്ങനത്തെ അൽഗോറിതംസ് ആണ് ഈ ഒരു ബഫർ അൽഗോറിതം, സ്കെയിൽ ലൈൻ അൽഗോറിതം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 4 വരുന്നത് പറയുമ്പോൾ എന്താണ്, ഫണ്ടമെന്റൽസ്, ഒരു ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിന്റെ കമ്പോണൻസ് എന്താണ്, അതിന്റെ കോർഡിനേറ്റ് കൺവെൻഷൻ, എക്സ് എങ്ങനെയാണ്, വൈ എങ്ങനെയാണ്, അതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കണം നമുക്ക് എന്താണ് ഒരു ഇമേജ് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവുക. പിന്നെന്താണ്, അത് പല ടൈപ്പ് ഓഫ് ഇത് വെച്ചിട്ടായിരിക്കും, ഗ്രേ ലെവൽ ആയിക്കോട്ടെ, സ്പേഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് പിക്സൽസിന്റെ ഇടയിൽ എങ്ങനത്തെയൊക്കെ റിലേഷൻഷിപ്സ് ആണ് ഉണ്ടാവുക, അതിന്റെ കണക്ടിവിറ്റി എങ്ങനെയായിരിക്കും, പിന്നെ എന്താണ് മെയിൻ ആയിട്ട് എന്താണ്, ഏതൊക്കെ രീതിക്ക് നമുക്ക് ഇമേജ് റെപ്രസെന്റ് ചെയ്യാം, അതിപ്പോ ഗ്രേ സ്കെയിൽ ആയിക്കോട്ടെ, ബൈനറി ആയിക്കോട്ടെ, കളർ ഇമേജസ് ആയിക്കോട്ടെ, അങ്ങനെ പല റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിങ്ങിന്റെ പല റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നുണ്ടാവുക, മൊഡ്യൂൾ 4 വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്നതാണ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോഴേക്കും ഒരു ഇമേജ് എൻഹാൻസ്മെന്റ്, എങ്ങനെയൊക്കെ നമ്മുടെ ഇമേജ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക, കാരണം അതിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരു ഇമേജിൽ, ചിലപ്പോൾ മേ ബി എന്തെങ്കിലും ഗ്രെയിൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഫുള്ളി ഇമേജ് എൻഹാൻസ്മെന്റ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത് മൊഡ്യൂൾ 5. അത് എങ്ങനെയൊക്കെയാണ് പല ടൈപ്പ് ഓഫ് യൂസ് ചെയ്തിട്ടായിരിക്കും, പല ഇക്വലൈസേഷൻ ആയിക്കോട്ടെ, എന്താണ് കണ്ടോ, സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റർ, അതായത് എന്താണ് എങ്ങനെയൊക്കെ നമുക്ക് ഫിൽറ്റർ, ആ ഒരു നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഫിൽറ്റർ അല്ലെ, അപ്പൊ അതായത് നമുക്കൊരു ഡെയിലി എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമേജസിനെ എങ്ങനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാം, ഫിൽട്രേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ എങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്, നമ്മൾ മൊഡ്യൂൾ 5 നോക്കുന്നത്. ഓക്കെ, അതായത് പിന്നെ അതിൽ വരുന്ന ഇമേജ് സെഗ്മെന്റേഷൻസ്, അതായത് ത്രെഷോൾഡിങ് എന്താണ്, അതായത് ഈ ഒരു ഗ്ലോബൽ ത്രെഷോൾഡിങ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ത്രെഷോൾഡിങ് എന്താ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇമേജിനെ എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ നോക്കുന്നത്, മൊഡ്യൂൾ 5 നോക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ എഡ്ജ് ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ പല കാര്യങ്ങളും ഏതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത വരുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ മൊഡ്യൂൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്താണ് ഏതാണ് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ് വരുന്നുണ്ടാവുക, ഇപ്പൊ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് കറക്ഷൻ, പ്രിന്റിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ക്യാമറ സർവിലൻസ് ആയിക്കോട്ടെ, പിന്നെ എന്താണ് ഇപ്പൊ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ സാറ്റലൈറ്റ് ആയാലും ഇപ്പൊ ഒരു മെഡിക്കൽ നമ്മൾ എപ്പോഴും നമുക്കൊരു ഹോസ്പിറ്റലൈസ്ഡ് ആവും, നമ്മൾ മെയിൻ ആയിട്ട് ഈ സ്കാനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു വിസിബിലിറ്റി പക്കയായാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു സ്കാൻ വിസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ നോക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഫേസ് റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മൂത്തിങ് ഫിൽറ്റർ, നേരത്തെ പറഞ്ഞ കണക്ക് CCTV ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ക്യാമറസിലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു 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 ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അല്ലെ, ഇപ്പൊ CCTVയിലായാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫേസ് കറക്റ്റ് ആയിരിക്കണം, റൈറ്റ്. അപ്പൊ ഫേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫേസ് കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ സ്മൂത്തിങ് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മീഡിയൽ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളും കിട്ടാനും, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഇമേജസും കാര്യങ്ങളൊക്കെ നോക്കാൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സോബലർ ഗ്രേഡിയന്റ് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും റോബോട്ടിക്സിൽ എന്തെങ്കിലും ക്രാക്സോ എഡ്ജസോ അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ
ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഇത് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ലാപ്ലാഷ്യൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഷാർപ്പൻ ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ലാപ്ലാഷ്യൻ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇമേജിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രാച്ചിൽ നിന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എങ്ങനെ പ്രോസസ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ആ എടുക്കുന്നത് ഏത് രീതിക്കാണ്, പല ടൈപ്പ് ഓഫ് അൽഗോറിതംസ് യൂസ് ചെയ്തിട്ടായിരിക്കും, പല ടൈപ്പ് ഓഫ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഇതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നോക്കുന്നതാണ് ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തിയറി മാത്രമല്ല, കൂടുതൽ നമുക്ക് പല തിയറംസും അൽഗോറിതംസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഇമേജ് പ്രോസസിംഗും അതുപോലെ തന്നെ ഇമേജ് എൻഹാൻസ്മെന്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ആൾ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.